എന്താ പറയുക, ഭയങ്കര പ്ലാസ്റ്റിക്കാണ്. ബാക്കി താഴെ ഭാഗത്തുള്ളതെല്ലാം മെറ്റലാണ് വരുന്നത്. പിന്നെ ഇതാണ് മോട്ടർ കാര്യങ്ങൾ വരുന്നത്. ഇവിടെ ഇതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ, ഇത് സ്റ്റിയറിങ്ങിനും ആക്ച്വലി സർവോ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒരു സർവോ കാണുന്നുണ്ട്, സർവോ മോട്ടർ. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് നമുക്ക് അയച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു മോട്ടറാണ് ഇതിനകത്ത് ഈ കാണുന്നത്. ഇതൊരു ബ്രഷ്ഡ് മോട്ടറാണ്, അത്യാവശ്യം പവർ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മോട്ടർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ സർവോ ആണ്. സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ചെയ്യും നമ്മൾ വണ്ടി റൈറ്റ് ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്. പിന്നെ അതുപോലെ തന്നെ താഴെയുള്ള ഹൗസിങ് ബാക്കി എല്ലാ കാര്യങ്ങളും ഒക്കെ മെറ്റലാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ സസ്പെൻഷൻ, നല്ല ഓയിൽ സസ്പെൻഷനാണ്. 4 ടയറും അത്യാവശ്യം നല്ല സസ്പെൻഷൻ വരുന്നുണ്ട്. 2 ഹുക്ക് വരുന്നുണ്ട്. ജസ്റ്റ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഹുക്ക് ഊരിയിട്ട് ഇതുപോലെ അങ്ങ് തുറന്നാൽ മതി. അത് തുറന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ച. 5200 ഒരു അടിപൊളി ബാറ്ററി ഉണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ മോട്ടർ കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഇതിൻ്റെ ESC റിസീവർ ബാക്കി കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതായത് സിംഗിൾ മോട്ടറാണ് ഈ 4x4 വർക്ക് ചെയ്യാൻ. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ബാക്കിയൊക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ സെർവോ വരുന്നത്, റൈറ്റ് ലെഫ്റ്റ് ഇതിൻ്റെ സ്റ്റിയറിംഗ് സെർവോ വരുന്നത് അവിടെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ, അതായത് മോട്ടറിനെ രണ്ടിലോട്ടും ഫ്രണ്ട് വീലോട്ടും ബാക്ക് വീലോട്ടും പവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കണക്ഷൻസ് കാര്യങ്ങൾ.